ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ശ്രദ്ധിച്ചു നോക്കണം. ക ഗ ഘ ഇഗ ങ ച ഇച്ച ജ ഇജ ഞ ട ഡ ഢ ഇഢ ണ ഥ ധ ധ ഇദ ന. ലാസ്റ്റ് ക്ലാസ്സിൽ ഇത് പഠിച്ചു പ. ഇതുവരെയല്ലേ കൂട്ടുകാർ പഠിച്ചേ? ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരം ഫ. ഫ എങ്ങനെയാ എഴുതുന്നത് നമുക്ക് നോക്കാം. നമ്മൾ പ പഠിച്ചില്ലയോ? പ ആദ്യം എഴുതിയിട്ട് പായിന് നമ്മൾ എന്തോ ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. ആ പായിന് നമ്മൾ എന്തോ ചെയ്യണം? മുകളിൽ നിന്ന് എന്തോ ചെയ്യണം? അകത്തോട്ടൊരു കുടുക്ക് പോലെ ഇട്ട് കൊടുക്കണം പായിന്. അപ്പോൾ എന്തായി? ഫ. വ്യഞ്ജനാക്ഷരം ഫ. എളുപ്പമല്ലേ? പ പഠിച്ചു കഴിഞ്ഞാൽ ഫ എഴുതാൻ എളുപ്പാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പ എഴുതി കഴിഞ്ഞ് നമുക്ക് പായിന് എന്ത് ചെയ്യണം? അകത്തോട്ട് ഒരു കുടുക്കിട്ട് കൊടുക്കാം അല്ലേ? ശ്രദ്ധിച്ചോക്കെ. പ എങ്ങനെ എഴുതി? ചെറിയൊരു റാ എഴുതി നീട്ടി വരച്ചു. നമ്മൾ മുകളിലോട്ട് എഴുതി. നമ്മൾ ആ മുകളിൽ നിന്ന് എന്തോ ചെയ്യണോ? മുകളിൽ നിന്ന് അകത്തോട്ടൊരു കുടുക്ക്, എങ്ങനെ താഴത്തോട്ട്. ഓക്കെ, എന്തായി? ഫ. ഒന്നുകൂടി ശ്രദ്ധിച്ചോക്കെ. നമ്മൾ പാ എഴുതി കൊടുത്ത് പായിന് എന്തോ ചെയ്യണം? അകത്തോട്ടൊരു പായിന് നമ്മൾ കുടുക്കിട്ട് കൊടുത്തു അല്ലേ? അകത്തോട്ട്. അപ്പോഴെന്തായി? ഫ. ശ്രദ്ധിച്ചു നോക്കിയേ. പാ എഴുതിയിട്ട് നമ്മൾ എന്തോ ചെയ്തു? ആ മുകളിൽ നിന്ന് വരച്ചത് നമ്മളത് എന്താക്കി? അകത്തോട്ട് എഴുതി കൊടുത്തു, താഴത്തോട്ട് അല്ലേ? എന്തായി? വ്യഞ്ജനാക്ഷരം ഫ. പായിന് നമ്മള് കുടുക്കിട്ട് കൊടുത്തു. ഓർക്കാൻ വേണ്ടിയാ പറയുന്നേ. എന്തോ ചെയ്യണം? ആദ്യം നമ്മള് പാന്നുള്ള വ്യഞ്ജനാക്ഷരം എഴുതി അതിനെ നമ്മൾ അകത്തോട്ട് എഴുതി കൊടുക്കാം. എന്തോ ആയി? വ്യഞ്ജനാക്ഷരം ഫ. ശ്രദ്ധിച്ചു നോക്കിയേ. പാ എഴുതിയിട്ട് അതിനെ നോക്കിയാട്ടെ. നമ്മള് ചെരിച്ച് അകത്തോട്ടൊരു കുടുക്കിട്ട് കൊടുത്തു പായിന്. അപ്പോഴെന്തായി? ഫ. ഓർത്ത് വെക്കണം. വ്യഞ്ജനാക്ഷരം ഫ. പാ എഴുതി കഴിഞ്ഞാൽ ഫ എളുപ്പമല്ലേ പഠിക്കാൻ, എഴുതാനും? ഓക്കെ, പാ എഴുതി കൊടുത്ത് എന്തോ നമ്മൾ ചെയ്തു? ആദ്യം പാ എഴുതി, എന്നിട്ട് എന്തോ ചെയ്തു? ആ മുകളിൽ നിന്നുള്ള വര നമ്മൾ അകത്തോട്ട് താഴ്ത്തി വരച്ചു കൊടുത്തു. പായിന് നമ്മൾ എന്താ ചെയ്തു? അകത്തോട്ട് ഒരു കുടുക്കിട്ട് കൊടുത്തു അല്ലേ? എന്തോ ആയി? വ്യഞ്ജനാക്ഷരം ഫ. എളുപ്പമല്ലേ കൂട്ടുകാർക്ക് ഫ എഴുതാൻ വേണ്ടിയിട്ട്? ബുക്ക് എടുത്തിട്ട് ഒന്ന് എഴുതി നോക്കിയേ. ആദ്യം എന്തോ ചെയ്യണോ? ബുക്ക് എടുത്തിട്ട് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാന്നുള്ള വ്യഞ്ജനാക്ഷരം എഴുതുക. ഓക്കെ, പറ്റുന്നുണ്ടോ? എഴുതി നോക്കിയാട്ടെ. ആദ്യം നമ്മൾ പാ വ്യഞ്ജനാക്ഷരം എഴുതുന്നുണ്ടോ? ഓക്കെ, പറഞ്ഞോണ്ട് എഴുതണം. എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യണോ? എഴുതിയോ? പാന്നുള്ള വ്യഞ്ജനാക്ഷരത്തിന് അവിടുന്ന് മുകളിൽ നിന്ന് നമ്മൾ അകത്തോട്ട് താഴ്ത്തി വരച്ചു കൊടുക്കുക. ഒരു കുടുക്കിട്ട് കൊടുത്തു അല്ലേ? എല്ലാരും ഇട്ട് കൊടുത്തോ? ഫായോ? ഇതായി വ്യഞ്ജനാക്ഷരം ഫ. എളുപ്പമല്ലേ പഠിക്കാൻ? ഓക്കെ, പറഞ്ഞുകൊണ്ട് എഴുതുക വ്യഞ്ജനാക്ഷരം ഫ. ഈസി അല്ലേ? ആദ്യം പാ എഴുതി കൊടുക്കുക. പായിന് അകത്തോട്ട് എഴുതി കൊടുക്കുക മുകളിൽ നിന്ന്. എന്താ ചെയ്തോ? നമ്മൾ പാക്ക് ഒരു കുടുക്കിട്ട് കൊടുത്തു, അതും അകത്തോട്ട് അല്ലേ? അപ്പോഴെന്തായി? വ്യഞ്ജനാക്ഷരം ഫ. ഏതാ ഇന്ന് പഠിച്ചത് കൂട്ടുകാര്? ഫാന്നുള്ള വ്യഞ്ജനാക്ഷരം. എളുപ്പമല്ലേ കൂട്ടുകാർക്ക് എഴുതാൻ? പാ പഠിച്ചു കഴിഞ്ഞാൽ ഫ എഴുതാൻ എളുപ്പമാണ്. മനസ്സിലായോ? പായിന് ശേഷമുള്ള വ്യഞ്ജനാക്ഷരം ഫ. ഒന്ന് പറഞ്ഞാട്ടെ. ഫ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.